റിപ്പോർട്ട് ബ്രേക്കിംഗ്. ദില്ലി സ്ഫോടനത്തിനായി ഉമർ നബി സ്ഫോടക വസ്തു കാറിൽ സ്ഥാപിച്ചത് ചെങ്കോട്ടയ്ക്ക് അരികിൽ വെച്ചാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സുനേരി മസ്ജിദ് പാർക്കിംഗിൽ വെച്ചാണ് സ്ഫോടക വസ്തു നിറച്ചതെന്നും NIA സ്ഥിരീകരിക്കുന്നു. സ്ഫോടന സ്ഥലം നിശ്ചയിച്ചതും അവസാന നിമിഷമെന്നാണ് കണ്ടെത്തൽ. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ വെച്ച് നിറച്ചു എന്നുള്ളതാണ്. അത് ഏത് സമയത്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നോ? സ്മൃതി, നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഉമർ നബി ഈ സ്ഫോടനത്തിനായി സ്ഫോടക വസ്തുക്കൾ ഒരുക്കിയത് അവസാന നിമിഷമാണ് എന്നുള്ള വ്യക്തമായ സൂചന അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയാണ്. ഏതായാലും ഉമർ നബി ഈ ചെങ്കോട്ട പരിസരത്തേക്ക് എത്തുന്നത് ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ്. 3:16 സുനേരി മസ്ജിദിലേക്ക് ഉമർ നബിയുടെ വാഹനം എത്തുന്നത്. പിന്നീട് അവിടെ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ആ വാഹനം പാർക്ക് ചെയ്തു. ആ സമയത്താണ് ഉമർ നബി ഈ കാറിനകത്ത് ഈ സ്ഫോടക വസ്തു സ്ഥാപിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സുനേരി മസ്ജിദിന് സമീപത്ത് കാറ് പാർക്ക് ചെയ്ത ശേഷം ഉമർ നബി ഒരിക്കലും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഈ സ്ഫോടക വസ്തു സ്ഫോടനത്തിനായി ഒരുക്കുന്ന നീക്കത്തിലായിരുന്നു. പിന്നീട് 6:28 ഈ മസ്ജിദ് പാർക്കിൽ നിന്ന് കാറ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഇവർ പദ്ധതിയിട്ടിരുന്നത് ഈ ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഫോടനം നടത്താനായിരുന്നു. കാരണം അവിടെയൊക്കെ തന്നെ സാധാരണ വലിയ തിരക്കുള്ള സമയമായിരുന്നു. പക്ഷേ ഈ തിങ്കളാഴ്ച ദിവസം എന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എല്ലാ മോണ്യുമെന്റ്സിനും അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം കാര്യമായ ആളുകളൊന്നും തന്നെ അല്ലെങ്കിൽ തിരക്കൊന്നും തന്നെ ഈ ചെങ്കോട്ട പരിസരത്തെ പാർക്കിംഗിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവസാന നിമിഷം പിന്നീട് ഇത് ചെങ്കോട്ടയ്ക്ക് മുമ്പിലുള്ള നേതാജി സുഭാഷ് മാർഗിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ആ സിഗ്നൽ ലൈറ്റിൽ. അങ്ങനെ അവസാന നിമിഷമാണ് ഈ ഒരു സ്ഫോടനത്തിനുള്ള സ്ഥലം തീരുമാനിച്ചത് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ കിട്ടിയ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.